മാനസിക വൈകല്യം ബാധിച്ച രോഗിയായ എബിക്ക് രണ്ട് ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉള്ളത്. തന്റെ പരിമിതികളെ മറികടന്ന് ആകാശത്തിലേക്ക് പറന്നുയരുക. മറ്റൊന്ന് കളിക്കൂട്ടുകാരിയായ അനുമോളെ ജീവിതത്തിൽ സ്വന്തമാക്കുക എന്നതും. ഇതിനാണ് എബി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട എബി പിന്നീട് വളരുന്നത് ക്രൂരനായ അച്ഛന്റെ പീഡനങ്ങൾ സഹിച്ചാണ്. എബിയുടെ സ്വപ്നങ്ങൾ ചവിട്ടിയരയ്ക്കുന്ന അച്ഛന്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ ലക്ഷ്യങ്ങൾ അടിയറവ് വെക്കാതെ എബി എല്ലാത്തിനെയും അതിജീവിക്കുന്നു. എന്നാൽ രോഗിയായ എബിയുടെ അവസ്ഥ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മുതലെടുപ്പ് നടത്തുന്ന എബിയുടെ അച്ഛന് അവൻ രോഗിയെന്ന പരിഗണന പോലും നൽകാതെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ കാഴ്ചക്കാരെ കണ്ണു നിറയ്ക്കുന്നതാണ്. പിന്നീട് വീട് വിട്ടിറങ്ങുന്ന എബി നേരിടുന്ന പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. എബി എന്ന കഥാപാത്രമായി എത്തിയ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ നടത്തിയിരിക്കുന്നത് ശക്തമായ തിരിച്ചുവരവാണ്. സിനിമയ്ക്കായി താരം നടത്തിയ പരിശ്രമങ്ങൾ വിനീതിന്റെ അഭിനയത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. അച്ഛനായി എത്തിയ സുധീർ കരമന ക്രൂരനായ അച്ഛന്റെ വേഷത്തിൽ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വിനീതും സുധീർ കരമനയും തമ്മിലുള്ള രംഗങ്ങൾ ഈ ചിത്രത്തെ മറക്കാനാവാത്ത അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ആദ്യ പകുതി സിനിമ ഏറ്റക്കുറച്ചിലുകളോടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം പകുതിയിൽ സിനിമ പറന്നുയർന്നു എന്ന് തന്നെ പറയാം. 4 കാലഘട്ടങ്ങളിലൂടെയാണ് എബിയുടെ ജീവിതം പറഞ്ഞു പോകുന്നത്. ഇതിൽ 3 കാലഘട്ടവും വിനീത് ശ്രീനിവാസൻ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കഥാപാത്രമായതിനാൽ വിനീതിന് വിരലിൽ എണ്ണാവുന്ന ഡയലോഗുകൾ മാത്രമാണ് ചിത്രത്തിൽ ഉള്ളത്. എബിയുടെ സുഹൃത്തായി അജു വർഗീസും അയൽക്കാരിയും പ്രണയിനിയുമായി എത്തിയ മറീനയും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എബി എന്ന് പറയുന്നത് ഒരു ചെറിയ ചിത്രമാണ്. ഇത് കണ്ണു നിറപ്പിക്കുന്നതും സന്തോഷപ്പെടുത്തുന്നതും മനോഹരമായ ജീവിത മുഹൂർത്തങ്ങളെ ആകെ കോർത്തിണക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കുറവുകൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കും. ഒത്തിരി നന്മകളുള്ള ഒരു നല്ല കൊച്ചു സിനിമയാണ് എബി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.